എല്ലാവർക്കും മജോസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ബാഗ് തയ്ക്കുന്ന വീഡിയോ അല്ല കേട്ടോ. ഇതാ ഞാൻ ഇട്ടിരിക്കുന്ന ചുരിദാറുണ്ട്. ഇതൊരു സാരി വെച്ചിട്ട് തയ്ച്ചെടുത്തിരിക്കുന്നതാണ്. ഇത് 3 പീസ് വരുന്ന ചുരിദാറാണ് കേട്ടോ. ഫ്രണ്ടിൽ 3 പീസും ബാക്കിലും 3 പീസ്. അപ്പോൾ നമ്മൾ ഇതിന് 3 പീസ് ചുരിദാർ എന്ന് പറയും. ഈ ഒരു ചുരിദാർ ടോപ്പിൻ്റെ ഫ്രണ്ടിൽ സ്ലിറ്റ് വരുന്നുണ്ട്, സൈഡിൽ സ്ലിറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഒരു ടോപ്പ് തയ്ക്കാൻ നമുക്ക് അതേപോലത്തെ ഒരു ടോപ്പ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തയ്ക്കാൻ പറ്റും കേട്ടോ. തയ്യലെന്തോ ഒട്ടും അറിയാൻ മേലാത്തവർക്ക് നമ്മുടെ കയ്യിൽ ഇതേപോലെ ഒരു മോഡൽ ഒരു ചുരിദാർ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തയ്ച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള ഒരു ചുരിദാർ എടുത്തിട്ടുണ്ട്. അത് 3 പീസ് വരുന്ന ചുരിദാറാണ്. ഫ്രണ്ടിൽ സ്ലിറ്റ് വരുന്നുണ്ട്, സൈഡിൽ സ്ലിറ്റ് വരുന്ന ഒരു ചുരിദാറാണ് കേട്ടോ. പിന്നെ ഇതാണ് സാരി കേട്ടോ. സാരി ഒന്ന് ഞാൻ 2 പീസാക്കി എടുത്തിട്ടുണ്ട്. സാരി 2 പീസാക്കിയേക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ടോപ്പിന് എത്രത്തോളം ഇറക്കം വേണോ അതിനനുസരിച്ച് സാരിയിൽ നിന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ സാരിയുടെ ബോർഡർ 2 സൈഡിൽ നിന്നൊന്ന് കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ. അപ്പോൾ ഈ സാരി അത്യാവശ്യം കട്ടിയുള്ള സാരിയാണ്. അപ്പോൾ ഞാൻ ഈ ടോപ്പ് തയ്ക്കുന്ന സമയത്ത് ഇതിനകത്ത് ലൈനിങ് ഉപയോഗിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇത് സാരിയുടെ 2 സൈഡിൽ നിന്ന് ആ സാരി ബോർഡർ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സാരി ഒന്ന് നിവർത്തിയായിട്ട് നല്ലോണം നിവർത്തിയായിട്ട് ഇതൊന്ന് 2ആയിട്ടൊന്ന് മടക്കിയിടണം കേട്ടോ. ഇതുപോലെ 2ആയിട്ടങ്ങ് മടക്കുക. മടക്കിയതിന് ശേഷം വീണ്ടും ഒന്ന് 4ആയിട്ട് മടക്കിയിടുക. അപ്പോൾ ഇവിടെ 4ആയിട്ട് മടക്കി ഇട്ടിട്ടുണ്ട്. നമുക്ക് നമ്മുടെ കയ്യിലുള്ള അളവ് ചുരിദാറും എടുക്കാം. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്ന അളവ് ചുരിദാറും 3 പീസ് വരുന്ന ചുരിദാറാണ് കേട്ടോ. നമ്മുടെ ചുരിദാർ ടോപ്പ് എടുത്തിട്ട് അതിൻ്റെ നടുക്ക് ഭാഗത്ത് വരുന്ന പീസാണ് നമ്മൾ ആദ്യം കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു പീസ് മാത്രം നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇനി ഈ ചുരിദാർ ഒന്ന് ഇതുപോലെ 2ആയിട്ട് മടക്കി ഇട്ടിട്ട് നമ്മൾ മടക്കിയിട്ടിരിക്കുന്ന തുണിയുടെ മുകളിലേക്കായിട്ട് കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കണം കേട്ടോ. കറക്റ്റായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. അപ്പോൾ സാരി തുണി മുറിച്ചെടുക്കുന്ന സമയത്ത് നമ്മുടെ ചുരിദാർ ടോപ്പിൻ്റെ അളവിനെക്കാട്ടിലും കുറച്ചുകൂടെ നീളം കൂട്ടി വേണം മുറിച്ചെടുക്കാൻ കേട്ടോ. ഞാൻ ഈ കൈ കൊണ്ട് കാണിക്കുന്നുണ്ട്. ആ ഒരു പീസാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. ആ നടുക്ക് വരുന്ന ആ ഒരു പീസാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ താഴോട്ട് വന്നിട്ട് നമ്മുടെ ടോപ്പിനെക്കാട്ടിലും കുറച്ച് ഇറക്കം കൂട്ടി ഞാൻ നേരെ ഒന്ന് വരയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ നടുക്ക് വീരുന്ന പീസിൻ്റെ ഒരു കറക്റ്റായിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ മാർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ അളവ് ചുരിദാർ വെച്ചിട്ടല്ലേ, അപ്പോൾ നമുക്ക് തയ്ക്കാനുള്ള തയ്യൽ തുമ്പും കൂടെ ചേർത്ത് വേണം ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാൻ കേട്ടോ. അങ്ങനെ ആ നടുക്കത്തെ പീസ് താഴെ തൊട്ട് മേള് വരെ കറക്റ്റായിട്ട് ആ ഒരു അളവിൽ തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മാർക്ക് ചെയ്തതിന് ശേഷം നമുക്കിനി അളവ് ചുരിദാറൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് മേള് തൊട്ട് നമ്മൾ ആ മാർക്ക് ചെയ്ത അതിലേക്ക് നമുക്ക് ഇതുപോലെ ഒന്ന് ഒരു ലൈൻ വരയ്ക്കാം കേട്ടോ. ഇതുപോലെ താഴെ വരെ നമുക്കൊന്ന് ലൈൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വരുന്ന പീസ് എന്ന് പറയുമ്പോൾ ഫ്രണ്ടിലും ബാക്കിലും വരുന്ന ഓപ്പൺ അല്ലാത്തൊരു പീസാണ്. അപ്പോൾ ഇനി നമുക്ക് മാർക്ക് ചെയ്ത അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു തുണി കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ താഴേന്ന് മേള് വരെ നമ്മൾ ആ ലൈനിലൂടെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു തുണി നമുക്ക് തിരിച്ചിടണം കേട്ടോ. ആ ലെവലായിട്ടുള്ള ഭാഗം നമുക്ക് എടുത്ത് നമുക്ക് ഇങ്ങനെ നമുക്ക് ആ കട്ട് ചെയ്ത ഭാഗത്തോട്ടായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. ഇങ്ങനെ നമ്മൾ വെച്ച് കൊടുത്തതിന് ശേഷം ഇനി നമ്മൾ ഇപ്പോൾ വെച്ച് കൊടുത്തിരിക്കുന്ന ആ തുണിയിൽ നിന്നും ഇപ്പോൾ നടുക്ക് പീസ് ആണ് നമ്മൾ ആദ്യം കട്ട് ചെയ്ത് മാറ്റിയത്. അതിൻ്റെ അപ്പുറവും ഇപ്പുറം വരുന്ന പീസുകളാണ് ഇനി നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ തിരിച്ച് ആ പീസ് ലെവൽ ഭാഗം വരുന്നതാണ് നമ്മൾ തിരിച്ച് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും നമ്മുടെ അളവിനുള്ള ചുരിദാർ എടുത്തിട്ട് നമുക്ക് ആ സൈഡ് വരുന്ന ആ പീസാണ് ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ടോപ്പ് എടുത്തിട്ട് ഇതേപോലെ വെച്ച് കഴിഞ്ഞിട്ട് ആ കൈക്കുഴിയുടെ അവിടെ തൊട്ട് നമുക്ക് താഴോട്ട് നമുക്ക് കുറച്ച് വണ്ണം കൂട്ടി നമുക്ക് താഴോട്ട് ഒരു ലൈൻ വരച്ച് കൊടുക്കാം. കൈക്കുഴിയുടെ അവിടുന്ന് കുറച്ചുകൂടെ വണ്ണം കൂട്ടിയെടുത്തിട്ടുണ്ട്. കാരണം തയ്യൽ തുമ്പൊക്കെ പോകുമല്ലോ. അപ്പോൾ നമ്മൾ വെക്കുന്ന അളവ് ചുരിദാറിനെക്കാട്ടിലും കുറച്ചുകൂടെ കൂട്ടിയെടുക്കുക. അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ചുകൂടെ കൂട്ടിയെടുത്തിട്ടുണ്ട്. ഒരു 2 ഇഞ്ച് കൂട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് താഴോട്ട് വന്നിട്ട് നമുക്കിത് അതിൻ്റെ ഇറക്കം കറക്റ്റായിട്ട് താഴെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് മേളിൽ നിന്ന് അതൊന്ന് ജോയിൻ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ കൈക്കുഴിയുടെ ഭാഗം വരുന്നൊന്ന് മാർക്ക് ചെയ്തിടാം. ആ ഷോൾഡർ കറക്റ്റ് വരുന്ന ഭാഗം ആ കൈക്കുഴി എഴുതിലാണ് സ്റ്റിച്ചിങ് പോയിരിക്കുന്നത്. അവിടെയൊക്കെ ഒന്ന് ആദ്യം പോയിൻ്റ് ചെയ്യുക. നമുക്ക് ഇങ്ങനെ അടയാളം ചെയ്യുമ്പോൾ കുറച്ച് തയ്യൽ തുമ്പും കൂടെ കൂട്ടിയെടുക്കണമെന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. എന്നിട്ട് കൈക്കുഴി അവിടെ നമുക്ക് ആദ്യം ഒന്ന് സ്ക്വയറായിട്ട് വരച്ച് കൊടുത്തിട്ട് അതിൻ്റെ അകത്ത് നിർത്തി നമുക്ക് ചെറുതായിട്ട് ചരിച്ച് വരച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ മാർക്ക് ചെയ്ത് അതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു പീസിൽ ഈ മേൽഭാഗത്താണ് നമ്മുടെ നെക്കിൻ്റെയൊക്കെ ഒന്ന് മാർക്ക് ചെയ്യുന്ന അടയാളം ചെയ്യുന്ന ഭാഗം കേട്ടോ. അപ്പോൾ അത് ഫ്രണ്ടിലും ബാക്കിലും വരുന്ന പീസാണ്. ഈ ഒരു പീസ് എന്ന് പറയുമ്പോൾ 4 പീസ് ഉണ്ട്. അപ്പോൾ ഫ്രണ്ടിലും ബാക്കിലും വരുന്ന 2 പീസ് വെച്ച് 4 പീസ്. അപ്പോൾ അതിൻ്റെ കറക്റ്റായിട്ട് കൈക്കുഴി ആ ഷേപ്പായിട്ട് താഴോട്ട് കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇതേപോലെ തന്നെ.
അപ്പോൾ ഇതാ കട്ട് ചെയ്തിട്ടുണ്ട്. ഇതാ 4 പീസുണ്ട് കേട്ടോ. നമ്മുടെ ഫ്രണ്ട് പീസിൻ്റെ 2 സൈഡിലായിട്ട് വരുന്ന 2 പീസും ബാക്ക് പീസിൽ 2 സൈഡിലായിട്ട് വരുന്ന 2 പീസും, അങ്ങനെ 4 പീസ് ഇതുണ്ട്. അപ്പോൾ നമുക്കതങ്ങ് മാറ്റി വെക്കാം. ഇനി നമുക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാമോ? നെക്കിൻ്റെ ഒക്കെ ഒന്ന് അടയാളം ചെയ്യണം കേട്ടോ. അപ്പോൾ 2 പീസും കൂടെ ഒന്നിച്ച് കിടക്കുകയാണ്. അപ്പോൾ ഓപ്പൺ അല്ലാത്ത ഭാഗത്തുനിന്ന് ഞാനൊരു 2 ഇഞ്ച് മാർക്ക് ചെയ്യുകയാണ് കേട്ടോ. നെക്കിൻ്റെ അകലമാണേ. പിന്നെ അവിടുന്ന് താഴോട്ട് 6 ഇഞ്ച് താഴ്ച എടുത്തിട്ടുണ്ട് കേട്ടോ. റൗണ്ട് നെക്കാണ് ഞാനിവിടെ കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 6 ഇഞ്ച് താഴോട്ട് എടുത്തിട്ട് 2 ഇഞ്ച് അകലം എടുത്തിട്ട് അവിടെ ഒരു സ്ക്വയർ ആക്കി അങ്ങ് വരയ്ക്കുകയാണ് കേട്ടോ. എന്നിട്ട് അതിൻ്റെ അകത്ത് നിർത്തി യു ആക്കാൻ പോവാണ്. അപ്പോൾ ഇത് 2 പീസും കൂടെ ഒന്നിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ ബാക്കിനൊക്കെ വരുന്ന യു തന്നെയാണ്. അതുകൊണ്ടാണ് ഈ 2 പീസും കൂടെ ഒന്നിച്ചിട്ടിട്ട് ഞാൻ നെക്കിൻ്റെയൊക്കെ ഒന്ന് അടയാളം ചെയ്യുന്നത്. അപ്പോൾ ബാക്ക് കഴുത്ത് ഞാൻ ഒരു 3 ഇഞ്ച് താഴ്ച എടുക്കുകയാണ് കേട്ടോ. അകലം 2 ഇഞ്ച് തന്നെയാണ് എടുക്കുന്നത്. അതുകൊണ്ടാണ് ഒന്നിച്ചിട്ട് ഇതുപോലെ മാർക്ക് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് നമ്മൾ ആദ്യം നമ്മൾ കട്ട് ചെയ്ത് എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബാക്കിൽ വരുന്ന ആ ഒരു നെക്കിൻ്റെ ഭാഗം കട്ട് ചെയ്തിട്ട് ഷോൾഡറിൻ്റെ ആ ഭാഗം വരുന്നിടം നമ്മൾ കട്ട് ചെയ്ത് മാറ്റും. അതും കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമ്മൾ ആ ഫ്രണ്ട് പീസ് എടുത്തിട്ട് കഴുത്തിൻ്റെ ആ ഇറക്കത്തിനനുസരിച്ച് താഴേന്ന് റൗണ്ടിൽ അങ്ങ് കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇത് ബാക്ക് കഴുത്ത് കട്ട് ചെയ്ത് മാറ്റി ആ മേൽവശം ഫോൾഡ് ചെയ്തിരുന്നിടം കട്ട് ചെയ്ത് മാറ്റി അതിന് ശേഷം നമ്മളിത് ആ ഫ്രണ്ട് നെക്കിൻ്റെ ഭാഗം നമ്മൾ അടയാളം ചെയ്തിട്ടുണ്ടല്ലോ, അതിന് ശേഷം അവിടെ അങ്ങ് ഇതേപോലെ അങ്ങ് കട്ട് ചെയ്ത് മാറ്റുകയാണ്. ഇപ്പം ഫ്രണ്ട് കഴുത്തും ബാക്ക് കഴുത്തും നമ്മൾ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് പീസ് താഴോട്ട് വന്നിട്ട് സ്ലിറ്റാണ് വരുന്നത്. അപ്പോൾ ഞാനിത് ഫ്രണ്ടിൽ നിന്ന് ഫുള്ളായിട്ട് ഫ്രണ്ട് പീസ് വരുന്നത് ഓപ്പൺ ചെയ്യാൻ പോവാണ് കേട്ടോ. ഇതാ 2ആയിട്ട് മടക്കി ഇട്ടിട്ട് നമുക്ക് താഴേന്ന് മേല് തൊട്ട് ഫുള്ളായിട്ട് അങ്ങ് ഓപ്പൺ ആക്കാം കേട്ടോ. അത് ഫ്രണ്ട് സ്ലിറ്റ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഫുള്ളായിട്ട് അങ്ങ് ഓപ്പൺ ആക്കണം കേട്ടോ. അപ്പോൾ ആ ഫ്രണ്ട് പീസ് മാത്രമാണ് ഓപ്പൺ ആക്കിയിരിക്കുന്നത്. ഇങ്ങനെ വരും. അപ്പോൾ ഫ്രണ്ട് കഴുത്ത് വരുന്നത് യു ആണ്. ഇനി നമുക്ക് ബാക്ക് കഴുത്ത് നോക്കിക്കേ. ചെറിയൊരു യു കഴുത്താണ്. ഇത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ നടുക്കത്തെ പീസ് എടുത്ത് ആദ്യം ഇതുപോലെ നല്ല വശമായിട്ട് ഇടും കേട്ടോ. പിന്നെ ഈ സൈഡ് വരുന്ന പീസാണ് ഈ 2 പീസ് ഞാനിപ്പോൾ എടുത്ത് കാണിക്കുന്നത്. അതിൻ്റെ ലെവലായിട്ട് ഉള്ള ആ ഒരു ഭാഗമാണ് നമ്മൾ ഈ ഒരു തുണിയുടെ നല്ല ഭാഗത്തോട്ടായിട്ട് ഇതുപോലെ വയ്ക്കും. ഇതുപോലെ നേരെ വെച്ച് കഴിഞ്ഞിട്ട് മേല് തൊട്ട് താഴെ വരെ അങ്ങ് സ്റ്റിച്ച് ചെയ്യും കേട്ടോ. ഇനി നമുക്ക് ഇതേപോലെ തന്നെ ഒരു പീസ് കൂടെ ഉണ്ട്. അത് നമ്മൾ ഇതിൻ്റെ അടുത്ത സൈഡിലായിട്ട് ഈ വെച്ച് കൊടുത്ത പോലെ തന്നെ അടുത്ത സൈഡിലും വെച്ചിട്ട് മേല് തൊട്ട് താഴെ വരെ നേരെ സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെയാണ് കേട്ടോ ഇത് ചെയ്തെടുക്കുന്നത്. അടുത്ത ചുരിദാറിനുള്ള കൈക്കുള്ള തുണി കട്ട് ചെയ്തെടുക്കണം. അപ്പം ഞാൻ സാരിയിൽ നിന്ന് ചെറിയൊരു പീസ് തുണി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കൈക്ക് എത്രത്തോളം നീളം വേണം, വണ്ണം വേണം, അതിനനുസരിച്ച് വേണം കേട്ടോ സാരിയിൽ നിന്ന് വീണ്ടും തുണി മുറിച്ചെടുക്കാൻ. അങ്ങനെ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതിനുശേഷം ആ തുണി ഒന്ന് 2ആയിട്ട് മടക്കി 4ആയിട്ട് ഇട്ടിട്ടുണ്ട്. നമുക്ക് നമ്മുടെ അളവ് ചുരിദാറിൻ്റെ കൈ എടുത്ത് അതിൻ്റെ മുകളിലേക്കായിട്ട് ഇതുപോലെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ കൈയുടെ താഴ്വശം വരുന്ന ഭാഗത്ത് നമുക്ക് മടക്കി തയ്ക്കാനുള്ള തുണി മുന്നോട്ടിട്ടിട്ട് ആ വണ്ണത്തിനെക്കാട്ടിലും കുറച്ചുകൂടെ വണ്ണം കൂട്ടി ഇതേപോലെ തന്നെ ചെയ്യുക കേട്ടോ. ഇതുപോലെ ഒരു ലൈൻ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ മാർക്ക് ചെയ്തതിന് ശേഷം ആ കൈക്കുഴിയുടെ ആ ഭാഗം വരുന്നിടം ഇതുപോലെ ചായച്ചങ്ങ് വരച്ച് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് കൈയുടെ അടയാളം ചെയ്യേണ്ടത് കേട്ടോ. അതിനുശേഷം അതേപോലെ തന്നെ അങ്ങ് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ആ മേൽ വശത്ത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് കൈ തയ്ക്കുന്ന സമയത്ത് കറക്റ്റ് നടുക്ക് ഭാഗത്ത് അത് വെച്ച് തയ്ക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ചുരിദാർ ടോപ്പിനുള്ള കൈക്കുള്ള തുണിയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അടുത്ത ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ചുരിദാർ ടോപ്പിൻ്റെ തുണിയിൽ നമ്മൾ നെക്ക് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തായിരുന്നു. അപ്പം നമുക്ക് ആ ഒരു നെക്ക് തയ്ക്കണമെങ്കിൽ തുണിയിലകത്ത് നമ്മൾ ആ ഒരു നെക്കിൻ്റെ ഭാഗം തയ്ക്കുന്നുണ്ടെങ്കിൽ വേറൊരു തുണി എടുത്ത് നമുക്ക് 2ആയിട്ട് മടക്കി ഇട്ടിട്ട് നമ്മൾ ചുരിദാർ ടോപ്പിൽ നെക്ക് കഴുത്ത് വെട്ടിയെടുത്തേക്കുന്നത് അതിൻ്റെ കറക്റ്റായിട്ട് വെച്ചിട്ട് ആ ഒരു ഷേപ്പിൽ തന്നെ വേറൊരു തുണിയിൽ വരച്ചെടുക്കണം കേട്ടോ. വേറൊരു തുണിയിൽ വരച്ചെടുത്തിട്ട് അതേപോലെ തന്നെ ആ തുണിയിലും കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു തുണി നമ്മൾ എന്തോ ചെയ്യുന്നറിയാവോ, ചുരിദാർ നെക്കിൻ്റെ ഭാഗത്ത് നല്ല വശത്ത് വെച്ച് തയ്ച്ചിട്ട് ഇത് ഉൾഭാഗത്തേക്കായിട്ട് തയ്ച്ച് റൗണ്ടായിട്ടങ്ങ് സ്റ്റിച്ച് ചെയ്ത് വെക്കാനാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്ന ബാക്കിൽ കഴുത്തിൻ്റെ ആ ഒരു അളവിലാണ് ഒരു തുണി കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അതിങ്ങനെ നമ്മൾ ബാക്ക് പീസ് നല്ല വശം വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്കായിട്ട് ഇതിങ്ങനെ വെച്ച് കൊടുക്കും. എന്നിട്ട് റൗണ്ടിൽ അങ്ങ് സ്റ്റിച്ച് ചെയ്യും കേട്ടോ. അപ്പോൾ ഇങ്ങനെ വെച്ച് തയ്ക്കുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു തുണിയുടെ സൈഡ് ഭാഗം ഇതുപോലെ മടക്കി റൗണ്ടായിട്ട് തയ്ച്ചിട്ട് വേണം നമ്മൾ ആ ഒരു ചുരിദാർ ടോപ്പിൻ്റെ തുണിയുടെ മുകളിലേക്കായിട്ട് വെച്ച് തയ്ച്ചെടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ അത് ബാക്കിൽ ഞാൻ കാണിച്ചു തന്നു. അതേപോലെ തന്നെ ഞാൻ ഫ്രണ്ടിലെ കഴുത്തും അതേപോലെ തന്നെ വേറൊരു തുണിയിൽ ആ ഒരു തുണി വെച്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അതും ഇതേപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ സ്റ്റിഫൊന്നും ഉപയോഗിക്കുന്നില്ലെങ്കിൽ ഇതുപോലെ തുണിയിൽ തന്നെ നമ്മൾ നമ്മുടെ ചുരിദാർ ടോപ്പിൻ്റെ തുണിയിൽ തന്നെ കഴുത്ത് കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലൊരു തുണി സെപ്പറേറ്റ് ആയിട്ട് വെട്ടിയെടുത്തിട്ട് ആ കഴുത്തിൻ്റെ ഭാഗത്ത് നമ്മൾ വെച്ച് തയ്ച്ച് ഉൾഭാഗത്തേക്ക് മറയ്ക്കുകയാണ് ചെയ്യുന്നത്.
ചുരിദാറിൻ്റെ ഫ്രണ്ടിലെയും ബാക്കിലെയും നെക്ക് തയ്ക്കാനുള്ള തുണിയും കൂടെ നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിത് നടുക്ക് ഭാഗത്തുനിന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പീസ് നടുക്ക് ഭാഗം വരുന്ന ആ ഒരു പീസിൻ്റെ ഫ്രണ്ട് ഓപ്പൺ ആണല്ലോ, അതുകൊണ്ടാണ് ആ ഒരു തുണി നടുക്കുന്ന് കട്ട് ചെയ്തേക്കുന്നത് കേട്ടോ. ഇവിടെ കട്ടിങ് എല്ലാം കഴിഞ്ഞ് ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ബാക്കിൽ വരുന്ന ഓപ്പൺ അല്ലാത്തൊരു തുണി എടുത്തിട്ട് അതിൻ്റെ സൈഡിൽ വരുന്ന തുണി എടുത്ത് അതിൻ്റെ മുകളിലേക്ക് നല്ല വശത്തേക്ക് വെച്ചിട്ടുണ്ട്. അത് ഞാൻ കട്ട് ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇതുപോലെ വെച്ചിട്ട് നമ്മൾ ഒരു സൈഡിൽ നിന്ന് ആ ഒരു തുണി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുക. ഇനി നമുക്ക് അടുത്ത പീസ്, അതിൻ്റെ സൈഡിൽ വരുന്ന പീസ് ഇതുപോലെ തന്നെ ഈ ഒരു സൈഡിൽ വെച്ച പോലെ തന്നെ നല്ല വശത്തുനിന്ന് ഇങ്ങനെ വയ്ക്കുക. ഇങ്ങനെ വെച്ചിട്ട് നേരെ വെച്ചിട്ട് അത് മുകളിൽ നിന്ന് താഴെ വരെ തയ്ക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തുകൊണ്ട് പറഞ്ഞു, ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന ഭാഗം കാണിച്ചില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ബാക്കിൽ ആ ഒരു നടുക്ക് വരുന്ന പീസിൻ്റെ അപ്പുറം ഇപ്പുറമുള്ള പീസുകൾ തമ്മിൽ ജോയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ വേണം നമുക്ക് ആ ഫ്രണ്ടിൽ വരുന്ന പീസും ചെയ്തെടുക്കാൻ. പക്ഷേ നടുക്ക് വരുന്ന ആ ഒരു പീസ് ഫ്രണ്ടിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അപ്പുറം ഇപ്പുറം വരുന്ന പീസ് നമുക്ക് ജോയിൻറ്റ് ചെയ്ത് അതേപോലെ തന്നെ എടുക്കണം കേട്ടോ. അപ്പോൾ അത് ഞാൻ അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ ആ രണ്ട് പീസും അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട് ഓപ്പൺ ആണ് ഇതിൻ്റെ വരുന്നത് കേട്ടോ. ഫ്രണ്ട് ഓപ്പൺ വരുന്നിടത്ത് നമുക്ക് ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? ഇതുപോലെ കുറച്ച് നീളത്തിൽ തുണി എടുക്കണം കേട്ടോ. ഞാനിവിടെ സാരി ബോർഡറാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഈ ഫ്രണ്ട് ഓപ്പൺ വരുന്നിടത്ത് നമുക്ക് ഒരു 2 ഇഞ്ച് വീതിയിലാണ് കേട്ടോ ആ തുണി എടുത്തിരിക്കുന്നത്. സാരി ബോർഡർ 2 ഇഞ്ച് വീതി, പിന്നെ അതിൻ്റെ നീളത്തിനനുസരിച്ച് എടുത്തിട്ടുണ്ട്. അത് നമ്മളിങ്ങനെ ഉൾഭാഗത്ത് വെച്ചിട്ട് നേരെ തയ്ച്ചിട്ട് അത് മേളിലേക്കായിട്ട് മടക്കി വെച്ച് ഇങ്ങനെ തയ്ക്കണം. അങ്ങനെ 2 സൈഡും ആദ്യം ഒന്ന് ആ ഫ്രണ്ട് ഓപ്പൺ വരുന്നിടം ഒന്ന് തയ്ച്ചെടുക്കണം കേട്ടോ. ഒരു സൈഡിൽ നമ്മൾ അങ്ങനെ ഒരു തുണി വെച്ച് ഇങ്ങനെ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ഭാഗം അതേപോലെ തന്നെ ആ ഫ്രണ്ട് ഓപ്പൺ വരുന്നിടം ഒന്ന് തയ്ച്ചെടുക്കണേ. അപ്പോൾ അങ്ങനെ 2 പീസും ആദ്യം ഒന്ന് തയ്ച്ചെടുക്കണം കേട്ടോ. നമുക്ക് ഫ്രണ്ടിലെയും ബാക്കിലെയും നെക്ക് തയ്ക്കണം. നെക്ക് തയ്ക്കാനുള്ള തുണി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല, അതിൻ്റെ സൈഡ് ഭാഗം ഞാൻ മടക്കി തയ്ച്ചിട്ടുണ്ട്. ആദ്യം തയ്ക്കാൻ പോകുന്ന ഫ്രണ്ട് നെക്കാണ്. അപ്പോൾ നമ്മൾ ഫ്രണ്ടിലത്തെ ഒരു പീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ആ തുണി നല്ല വശത്ത് വെച്ചിട്ട് ഇനി ഇതുപോലെ റൗണ്ടായിട്ടങ്ങ് നെക്ക് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. അപ്പോൾ അതിൻ്റെ അടുത്ത ഭാഗമുണ്ട് ഫ്രണ്ടിൽ വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ കട്ട് ചെയ്തുകൊണ്ടാണ് ഇതുപോലെ ഓപ്പൺ ആയിട്ടിരിക്കുന്നത്. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ആ ഒരു തുണി ഇങ്ങനെ ഉൾഭാഗത്തേക്ക് മടക്കി കൊടുത്തതിന് ശേഷം റൗണ്ടായിട്ട് അങ്ങ് സ്റ്റിച്ച് ചെയ്ത് വെക്കണം കേട്ടോ. ഒരു ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അപ്പോൾ നടുക്ക് പീസിൽ ഒരു ഭാഗം കൂടെ ഉണ്ട്. അപ്പോൾ അതും ഇതേപോലെ തന്നെ ആ നെക്കിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിത് ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അടുത്ത പോർഷൻ വരുന്നുണ്ട്, അടുത്ത ഭാഗം. അത് ഇതുപോലെ തന്നെ ആ ഒരു തുണി വെച്ചിട്ട് അങ്ങ് നെക്കിൻ്റെ ഭാഗം അങ്ങ് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഒരെണ്ണം കാണിച്ചു തന്നിട്ടുണ്ട്, അതേപോലെ തന്നെ നമുക്ക് അടുത്ത പീസും ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഫ്രണ്ടിലെ 2 പീസും ഒന്നിച്ച് വെച്ച് കഴിയുമ്പോഴത്തേനും നമ്മുടെ ഫ്രണ്ട് നെക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ടിലെ നെക്കിൻ്റെ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ ഒന്നിച്ച് വെച്ചിട്ട് നമ്മൾ കുറച്ച് താഴെ വരെ ഇതങ്ങ് ക്ലോസ് ചെയ്ത് വയ്ക്കും. 2 വശത്ത് താഴെ വരെ ഫുള്ളായിട്ട് ക്ലോസ് ചെയ്യാത്തെന്ന് പറഞ്ഞാൽ ഫ്രണ്ടിൽ നമുക്ക് താഴെ വശത്ത് സ്ലിറ്റ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ബാക്ക് കഴുത്തും യു ആണ്. അപ്പോൾ ഫ്രണ്ടിലെ കഴുത്ത് തയ്ച്ച പോലെ തന്നെ ബാക്കിലെ കഴുത്തും അങ്ങ് തയ്ച്ചോണം കേട്ടോ. അപ്പോൾ അത് വെച്ച് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ടിൽ നമ്മൾ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുക അതേപോലെ തന്നെ ബാക്ക് പീസിലെ കഴുത്തിൻ്റെ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാമോ? ഫ്രണ്ട് പീസ് ഓപ്പൺ ആണല്ലോ, അപ്പം താഴെ വശത്ത് നമുക്ക് സ്ലിറ്റ് കൊടുക്കണമല്ലോ. അപ്പോൾ നമുക്ക് ഫ്രണ്ട് പീസ് ഒരു പീസിൻ്റെ മുകളിലേക്കായിട്ട് ഇതുപോലെ എടുത്ത് വയ്ക്കുക. എന്നിട്ട് താഴോട്ട് നമുക്ക് വന്നിട്ട് ഒരു 11 ഇഞ്ച് നമുക്ക് എത്രയാണോ നമുക്ക് ഫ്രണ്ടിൽ ആ ഒരു സ്ലിറ്റ് വേണ്ടത് അതനുസരിച്ച് നമുക്ക് സ്ലിറ്റ് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു 11 ഇഞ്ചാണ് എടുക്കുന്നത് കേട്ടോ. താഴെ നിന്ന് ഞാൻ ഇതുപോലെ ടേപ്പ് വെച്ചിട്ട് ഒരു 11 ഇഞ്ച് മാർക്ക് ചെയ്യുകയാണ് കേട്ടോ. 11 ഇഞ്ചിൻ്റെ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് മേളിൽ നിന്ന് താഴെ വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ 11 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തോണ്ട് പറഞ്ഞേ. അപ്പോൾ ഇവിടെ സ്റ്റിച്ച് ചെയ്ത ഭാഗം കാണിച്ചിട്ടില്ല, അങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ടിൽ നിന്നുള്ള ആ പീസ് നമ്മൾ മേളിൽ നിന്ന് 11 ഇഞ്ച് താഴെ മാർക്ക് ചെയ്ത് അവിടെ വരെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട് സ്ലിറ്റിൻ്റെ കാര്യം ഓക്കെ ആയിട്ടുണ്ട്. നമുക്ക് അടുത്ത് ചെയ്യാനുള്ളത് നമുക്ക് ചുരിദാർ ടോപ്പിൻ്റെ ഫ്രണ്ടും ബാക്കും കൂടെ ഇതുപോലെ ഒന്നിച്ച് വയ്ക്കാം കേട്ടോ. ശേഷം ആ ഷോൾഡറിൻ്റെ ഭാഗം ഒന്ന് ജോയിൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ജോയിൻറ്റ് ചെയ്യുന്ന ഭാഗം ഞാനിവിടെ കാണിക്കുന്നില്ല.
അത് ജോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഈ ചുരിദാറിൻ്റെ കൈക്കുള്ള തുണി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ താഴ്ഭാഗം ഇതാ ചെറിയ വീതിയിലായിട്ട് ഇങ്ങനെ ഒന്ന് മടക്കി തയ്ച്ചെടുത്തേക്കണേ. അപ്പോൾ അത് ഞാനിവിടെ കാണിച്ച് തന്നിട്ടുണ്ട്, അതേപോലെ ഒന്ന് ചെയ്തെടുക്കണം കേട്ടോ. ഇതാ താഴ്വശം ഒന്ന് ചെറിയ വീതിയിൽ തയ്ച്ചെടുക്കണം. അങ്ങനെ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കടുത്ത് ചെയ്യാനുള്ളത് ഇതാ നമ്മുടെ ചുരിദാർ ടോപ്പിൻ്റെ ഷോൾഡറിൻ്റെ ഭാഗം ജോയിൻറ്റ് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ നേരെ വിരിച്ചിട്ടിട്ട് ഇനി നമുക്ക് ആ കൈയുടെ തുണിയൊന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വെക്കണം. അപ്പോൾ അത് ഷോൾഡറിൻ്റെ നടുക്ക് ഭാഗത്തോട്ട് നമ്മുടെ കൈയുടെ തുണി നടുക്ക് ഭാഗം ഇങ്ങനെ നല്ല വശത്ത് വെച്ചിട്ട് ആദ്യം നടുക്ക് ഭാഗത്തുനിന്ന് ഒരു സൈഡിലേക്ക് ആദ്യം സ്റ്റിച്ച് ചെയ്ത് പോവുക. അത് കഴിഞ്ഞിട്ട് വീണ്ടും നടുക്ക് ഭാഗത്ത് വന്നിട്ട് അടുത്ത സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ ഒരു വട്ടം ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും ഒന്ന് ഫുള്ളായിട്ട് ഒന്നുകൂടെ സ്റ്റിച്ചിങ് കൊടുക്കണം കേട്ടോ. അങ്ങനെ രണ്ട് സൈഡിലും അങ്ങനെ കൈ ഒന്ന് തയ്ച്ച് പിടിപ്പിച്ചുകൊണ്ട് വരണം. അപ്പോൾ ഞാൻ അതും സ്റ്റിച്ചിങ് ഭാഗം കാണിക്കുന്നില്ല, വെച്ച് കാണിച്ചിട്ടുണ്ട്. ഇതേപോലെ തന്നെ രണ്ട് സൈഡിലുമായിട്ട് കൈക്കുള്ള തുണിയൊന്ന് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇപ്പോൾ അങ്ങനെ ഇതാ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അടുത്ത നമുക്ക് ചെയ്യാനുള്ളത് ഇനി ഇതിൻ്റെ ഷേപ്പ് വണ്ണം നമുക്ക് അടയാളം ചെയ്യണം. നമ്മുടെ ചുരിദാറിൻ്റെ വണ്ണം രണ്ട് സൈഡിൽ നിന്നും മാർക്ക് ചെയ്യണം. അതുപോലെ സൈഡ് സ്ലിറ്റാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ അളവ് ചുരിദാർ എടുത്ത് വയ്ക്കുക, അതിൻ്റെ മുകളിലേക്കായിട്ട് വെച്ചിട്ട് രണ്ട് സൈഡിൽ നിന്ന് ആ കൈയുടെ ആ ഭാഗം തൊട്ട് താഴേന്ന് കറക്റ്റായിട്ട് ഷേപ്പായിട്ട് ആ സ്ലിറ്റ് എവിടെയാണോ വരുന്നത് അവിടം വരെ രണ്ട് സൈഡിൽ നിന്ന് കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ രണ്ട് സൈഡിൽ നിന്ന് മാർക്ക് ചെയ്ത് കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ആ കൈയുടെ മേളിൽ തൊട്ട് താഴെ വരെ രണ്ട് സൈഡിൽ നിന്ന് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. 2-3 വട്ടമൊക്കെ അങ്ങ് സ്റ്റിച്ചിങ് കൊടുക്കുക. അപ്പോൾ ആ സ്ലിറ്റിൻ്റെ അവിടം വരെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ട് സ്റ്റോപ്പ് ചെയ്യണം. അപ്പോൾ ഞാനിത് സ്റ്റിച്ച് ചെയ്യുന്ന ഭാഗം കാണിക്കുന്നില്ല, രണ്ട് സൈഡിലും കറക്റ്റായിട്ട് ആ ഷേപ്പ് വണ്ണം മാർക്ക് ചെയ്ത് കാണിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെയ്യണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് വേണം ഇതാ ഈ രണ്ട് സൈഡ് ഇങ്ങനെ നമുക്ക് സ്റ്റിച്ച് ചെയ്യണം. ഇതാ ഇപ്പോൾ ഞാൻ ആ മാർക്ക് ചെയ്ത ഭാഗം കാണിക്കുന്നുണ്ടല്ല, ഒരു രണ്ട് സൈഡും കൂടെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാം കേട്ടോ. അപ്പം മാർക്ക് ചെയ്ത അവിടം വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഇതാ അങ്ങനെ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തയ്ക്കാനുള്ളത് എവിടെ വന്ന് നോക്കിക്കേ, സ്ലിറ്റ് വരുന്ന ഭാഗം അതിൻ്റെ താഴോട്ടാണ് ഇനി നമുക്ക് തയ്ക്കാനുള്ളത്. അത് ആ സ്ലിറ്റ് വരുന്ന ഭാഗത്തുനിന്ന് ഇതുപോലെ എടുത്തിട്ട് നമുക്ക് ഇതാ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ചെറിയ വീതിയിൽ അങ്ങ് മടക്കി കൊടുക്കണം കേട്ടോ. ഒരു സൈഡിൽ നിന്ന് മടക്കി കൊടുത്തിട്ട് താഴേന്ന് തയ്ച്ച് ഇതാ മേള് വരെ വന്നിട്ട് നമുക്ക് അടുത്ത ഒരു പോർഷനിലേക്ക് ഇതാ അതിന് ശേഷം ഇതുപോലെ മടക്കി കൊടുത്തിട്ട് അവിടെ അങ്ങ് താഴോട്ട് സ്റ്റിച്ച് ചെയ്ത് വെക്കുക കേട്ടോ. ഇതിൻ്റെ ഈ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെ അടുത്ത ഭാഗവും സ്റ്റിച്ച് ചെയ്യണം. അതിന് ശേഷം വേണം നമുക്ക് ചുരിദാർ ടോപ്പിൻ്റെ താഴോട്ട് വന്നിട്ട് നമുക്ക് അവിടെ ഒന്ന് ചെറിയ വീതിയിൽ ഇതാ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. ചെറുതായിട്ടൊന്ന് മടക്കി കൊടുത്തിട്ട് അവിടെ അങ്ങ് തയ്ച്ച് വെച്ചേക്കണേ. അപ്പോൾ ഇത്രയും സ്റ്റിച്ച് ചെയ്യുന്ന ഭാഗം കാണിക്കുന്നില്ല, അപ്പോൾ ഞാനിത് പറഞ്ഞും കാണിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നമുക്ക് എടുത്തുകൊണ്ട് വരാം കേട്ടോ. ഇനി അത്രയും കൂടെ ഉള്ളൂ കേട്ടോ സ്റ്റിച്ചിങ്. അപ്പോൾ ഇതാ ചുരിദാർ ടോപ്പിൻ്റെ ഫുള്ളായിട്ടുള്ള സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് ഓപ്പൺ വരുന്നിടത്തുനിന്ന് നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ഫ്രണ്ടിൽ തന്നെ ഷോ ബട്ടൺ ഉണ്ടെങ്കിൽ ഷോ ബട്ടൺ പിടിപ്പിച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. ഞാനിവിടെ ഷോ ബട്ടണൊന്നും വെച്ചിട്ടില്ല. ഇതാ സൈഡ് സ്ലിറ്റൊക്കെ വളരെ നീറ്റായിട്ട് നമുക്ക് തയ്ച്ച് കിട്ടിയിട്ടുണ്ട്. അടിപൊളി ഒരു ചുരിദാറില്ലേ, നമ്മൾ പഴയ സാരിയിൽ തയ്ച്ചെടുത്ത അടിപൊളി 3 പീസ് വരുന്ന ചുരിദാറാണ്. ഞാൻ ഇതൊന്ന് ഇട്ടുകൊണ്ട് വരാം കേട്ടോ. പിന്നെ ഞാനിതിന് ലൈനിങ് ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ലൈനിങ് ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 മീറ്റർ ലൈനിങ് മേടിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ലൈനിങ് തുണി കട്ട് ചെയ്യുന്നത് നമ്മുടെ ഈ ചുരിദാർ ടോപ്പിൻ്റെ തുണി എങ്ങനെയാണ് കട്ട് ചെയ്ത് അതേപോലെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ട് ഒന്നിച്ച് ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതിയേ. ഇന്നത്തെ ഈ ഒരു ടോപ്പ് തയ്ച്ച വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അതുപോലെ എന്നും എൻ്റെ വീഡിയോയ്ക്കായി ലൈക്കായിട്ടും കമൻറ്റായിട്ടും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരുടെ അടുത്തും ഒരുപാട് താങ്ക്സ് ഉണ്ട്. എല്ലാ കൂട്ടുകാരുടെ അടുത്തും അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ, ഗുഡ് നൈറ്റ്.